ആശാവർക്കർമാരും യൂണിയൻ നേതാക്കളും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ തൃപ്തരല്ലെന്ന ആശാവർക്കർമാർ ഓണറേറിയം പെൻഷൻ എന്നിവയിൽ ധാരണയായില്ല. പ്രസംഗം പഠിക്കാൻ സർക്കാർ നിയോഗിക്കുന്ന കമ്മീഷനിൽ വിശ്വാസമില്ലെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. ചർച്ച ഫലം കാണാത്തതിനെ തുടർന്ന് നിരാഹാരമിരിക്കുന്ന ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ റോഡ് ഉപരോധിക്കുകയാണ്. അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, ഈ വിഷയത്തിൽ മന്ത്രി വീണ ജോർജ് പ്രതികരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അഭ്യർത്ഥിച്ചത് ഇതിൽ നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാകണമല്ലോ. ആ സൊല്യൂഷനാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. ആ സൊല്യൂഷൻ ദയവായിട്ട് സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. ആ പരിഹാര നിർദ്ദേശം നമ്മളൊരു സമയം കൂടി പറഞ്ഞുകൊണ്ടാണല്ലോ, ഈ 3 മാസത്തിനുള്ളിൽ ഈ കമ്മിറ്റി ഇതൊന്ന് പരിശോധിച്ചിട്ട് പറയട്ടെ. അതോടൊപ്പം ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ഇവിടെ ചർച്ചയുടെ കാര്യം ഞാൻ ആദ്യ ഭാഗത്തിൽ തന്നെ പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നോട് പറഞ്ഞത് ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്ന കാര്യം വളരെ സജീവ പരിഗണനയിലാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഉടൻ തന്നെ അത് ധനകാര്യ മന്ത്രാലയത്തിന് കൈമാറുകയാണ്. അപ്പോൾ അത് പിന്നെ അതിലുടനെ തീരുമാനമുണ്ടാകും. ഇത് ആശമാരെ, സമരം ചെയ്യുന്നവരെ കൺവിൻസ് ചെയ്യിപ്പിക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ഇക്കാര്യവും ചർച്ചയുടെ ആദ്യ ഭാഗത്ത് അവരോട് പറഞ്ഞു. ഇക്കാര്യം ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞു. ഇൻസെൻറ്റീവ്സ് തുടക്കം മുതൽ ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല. 2005-2006 ആണല്ലോ. അത് കേന്ദ്രം മാത്രമല്ല സ്റ്റേറ്റും കൂടെയാണല്ലോ. അത് രണ്ടും ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുകയെന്ന് വെച്ചാൽ കേന്ദ്രവും സംസ്ഥാനം കൂടിയാണ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ അതും ഞാൻ അവരോട് പറയുകയുണ്ടായി. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന സമീപനമാണ് സർക്കാരിൻ്റെ. ഈ ഒരു നിലപാട് ഉൾക്കൊണ്ടുകൊണ്ട് അത് സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു. ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഈ ഒരു കമ്മിറ്റിയുടെ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്നും അഭ്യർത്ഥിക്കുകയുണ്ടായി. അത് സംശയമില്ലല്ലോ, വാക്ക് പറഞ്ഞാൽ വാക്ക് തന്നെയാണല്ലോ. സമരം ഇതിൽ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരെന്താണ് പറഞ്ഞതെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. കാരണം അല്ല, അങ്ങനെ എൻ്റെ അടുത്ത് ചർച്ചയിൽ അവരങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താണെന്നുള്ളത് ഞാൻ നോക്കട്ടെ. അവരെന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ നോക്കാം. ഉൾപ്പെടെയുള്ള അതായത് INTUC ഒക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും അവരെ സ്വാഗതം ചെയ്യുകയാണ്, പരിപൂർണമായി സ്വാഗതം ചെയ്യുന്നതാണോ? ഇവരെ പിടിവാശി കാണിക്കുകയാണോ ഈ സമരസമിതി? നോക്കൂ, ഞാൻ അതിനെ ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റിൽ മുഴുവൻ ആയിട്ടുള്ള കണക്കെടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു 26,125 ആശമാരിൽ നമ്മളിപ്പം അതിൻ്റെ നമ്പർ കുറഞ്ഞാണ് വരുന്നത്. ഇപ്പോൾ ഒരു 200-നടുത്ത് ആശമാരാണ് സ്റ്റേറ്റിൽ മുഴുവനായിട്ട് ഏതെങ്കിലും തരത്തിൽ വിട്ടു നിൽക്കുന്നത്. പക്ഷേ ഓരോരുത്തരും ഒരാളെ ഉള്ളെങ്കിലും ആ ആളും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറഞ്ഞു, ദയവായി നമ്മുടെ ആശമാരെ ഈ നിലയിലുള്ള സർക്കാർ കൂട്ടില്ലെന്നോ ചെയ്യില്ലെന്നോ അല്ല പറയുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കർശനമായിട്ടുള്ള സമര രീതികളിലൂടെ മുന്നോട്ട് പോകാം. അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. സർക്കാർ പറഞ്ഞത്, ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ ഇന്നത്തെ ചർച്ച കൂടിയാകുമ്പോൾ ഞാൻ തന്നെ 2 ചർച്ച നേരത്തെ നടത്തിയിരുന്നു. സ്റ്റേറ്റ് മിഷൻ 2 ചർച്ച നടത്തി. ഇത് 5ാമത്തെ ചർച്ചയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയും ഇതിൽ പങ്കെടുത്തു. വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ പങ്കെടുത്തു. അപ്പോൾ അത്രയും ഗൗരവത്തോടുകൂടി നമ്മളിതിനെ കാണുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ ഇത് ഉൾക്കൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിന്മാറണമെന്നുള്ളതാണ്. ആശമാരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ഇവിടെ തുടർച്ചയായി ഒരു എതിർ നിലപാട് സർക്കാരിനുണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടില്ല, ഞങ്ങളാണ് ഇത്രയും 7,000 ഓണറേറിയവും പിന്നെ ബാക്കി ഇൻസെൻറ്റീവ് 10,000 ടോട്ടൽ കിട്ടുമ്പോൾ 8,400 ഞങ്ങളാണ് നൽകുന്നത്, അതുകൊണ്ട് ഇനി ഞങ്ങൾ കൂട്ടില്ല എന്ന നിലപാടല്ല സംസ്ഥാന സർക്കാരിന് ഉള്ളത്. അതുകൊണ്ട് അവരോട് ഇക്കാര്യം ഞാൻ വളരെ കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ശരി, താങ്ക് യു. ആശാവർക്കർമാരും യൂണിയൻ നേതാക്കളും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ച വീണ്ടും പരാജയപ്പെട്ടു. ചർച്ചയിൽ തൃപ്തരല്ല എന്ന് ആശാവർക്കർമാർ പരസ്യമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഓണറേറിയം, പെൻഷൻ എന്നിവയിൽ ധാരണയായില്ല. ആശാമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിക്കുമെന്ന ഉറപ്പ് മാത്രമാണ് ആരോഗ്യമന്ത്രിയിൽ നിന്നും അവർക്ക് ലഭിച്ചത്. അതുകൊണ്ടായില്ല എന്നാണ് സമരസമിതി നേതാവ് മിനി നേരത്തെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇപ്പോഴിതാ ആശമാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡിൽ കുത്തിയിരുന്ന് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ്. അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, വിശദാംശങ്ങൾ.
നമ്പ്യാരെ, കേരളത്തിലെ സ്ത്രീ സമൂഹം എത്ര ഈ സർക്കാർ ജനദ്രോഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന തെളിവാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഏറ്റവും അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരാഹാരം അനുഷ്ഠിച്ച ആ അമ്മമാരും ഇപ്പോൾ ഈ സമരത്തിന്റെ ഭാഗമായി മുദ്രാവാക്യം വിളിക്കുകയാണ്. ആ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നതും. അവർ മുഴുവനായി പറയുന്നത് സർക്കാർ അവരോട് നീതി പുലർത്തണം, സർക്കാർ അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള നിലപാട് സ്വീകരിക്കണം, അല്ലാതെ ഒരു ഘട്ടത്തിലും ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് ആശമാർ ഉറപ്പിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പോലെ നിരാഹാര സമരം ഇരുന്ന അമ്മമാരാണ് ഇപ്പോൾ വീൽ ചെയറിൽ ഈ റോഡ് ഉപരോധത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നത്. ആ റോഡ് ഉപരോധത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നത് ഇപ്പോൾ ഈ സമരത്തിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നതാണ്. എത്രമാത്രമാണ് ആ അമ്മ നിസ്സഹായതയോടെ നിൽക്കുന്ന ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായ ബിന്ദു ഇത്രയും കഠിന സമരം പോയിട്ടും ഇപ്പൊ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് അവരാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്, കൂട്ടിക്കൊടുക്കാൻ കരുതലോടെ കാണുകയാണെന്ന്. അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ. പക്ഷേ പ്രവൃത്തിയിൽ ഒരു കരുതലും കാണുന്നില്ല. 53 ദിവസമായിട്ട് ഇവിടെ സമരം ചെയ്യുന്നവരെ വിളിച്ചിട്ട് ഇനി ഒരു കമ്മീഷനെ നിയോഗിച്ച് 3 മാസത്തിനുള്ളിൽ അവർ പഠനം നടത്തിയിട്ട് ഓണറേറിയം വർദ്ധിപ്പിച്ചു തരണം വേണ്ട എന്ന് ആലോചിക്കാന്ന്. ഈ സമരത്തില് മുടിമുറിച്ച് സമരം ഉണ്ടായിരുന്നു, ഇപ്പൊ റോഡ് ഉപരോധിച്ച സമരമാണ്. സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനം. പിന്നെ തീർച്ചയായിട്ടും കേരള സമൂഹം ഒന്നടങ്കം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയമില്ല, ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ അമ്മമാരെ കണ്ടാലറിയാം നിസ്സഹായതയുടെ കണ്ണുകളിലാണെങ്കിൽ പോലും അവർ വലിയ ശക്തമായ രീതിയിൽ തന്നെ മുദ്രാവാക്യം വിളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരെല്ലാവരും വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് ഇപ്പോഴും ഈ സമരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അമ്മമാരെ സംബന്ധിച്ചിടത്തോളം വർദ്ധിച്ചുണ്ടെങ്കിൽ അതിൽ നിന്ന് മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അങ്ങനെ അതിൽ നിന്നും എങ്ങനെ പോകാൻ സാധിക്കുക എന്നതാണ് ഈ അമ്മമാർ പറയുന്നത്. കാരണം അവർ മുന്നോട്ട് ചില കാര്യങ്ങളുണ്ട്. അവർ പറയുന്നത് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, 21,000 രൂപയായി വർദ്ധിപ്പിക്കുക എന്നതാണ് അവർ പ്രധാനമായും പറയുന്ന ഒരു ആവശ്യം. അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക എന്നതാണ് അവർ പറയുന്നത്. ഇപ്പോൾ MG റോഡ്, അതായത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ അതിന്റെ മുൻവശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ് ഉപരോധിച്ചുകൊണ്ട് തന്നെയാണ് ഈ അമ്മമാർ ഇപ്പോഴും മുദ്രാവാക്യം വിളിക്കുന്നത്. അതായത് ഏകദേശം 2.5 മണിക്കൂർ അവസാനിച്ച് അവിടെ നിന്നും കടന്നു വരുമ്പോഴും ആ അമ്മമാർ പ്രതീക്ഷയോടെ കാത്തിരുന്നു. അങ്ങനെ പ്രതീക്ഷയറ്റതിനു പിന്നാലെ അവർ വലിയ രോക്ഷാകുലരായിക്കൊണ്ടാണ് പോലീസിനെ മറികടന്ന് അവർ റോട്ടിലേക്ക് ഇറങ്ങിയത്. അവർ നേരത്തെ നമ്മുടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകില്ല എന്നതാണ് ആ സമരത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അതിന്റെ ഭാഗമാണ് നേരത്തെ നിരാഹാര സമരം കിടന്ന അവർ പോലും നിരാഹാര സമരം കിടന്ന അമ്മമാർ പോലും ഇപ്പോൾ ഈ റോട്ടിലിറങ്ങി നിന്ന് സമരം നടത്തുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് ഉപരോധിച്ച് ആശാ വർക്കർമാർ നേരത്തെ ആശാ വർക്കർമാരുമായും യൂണിയൻ നേതാക്കളുമായും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ച പരാജയപ്പെട്ടു. ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കാമെന്ന ഉറപ്പ് മാത്രമാണ് മന്ത്രിയിൽ നിന്ന് ലഭിച്ചത്. ഈ കമ്മീഷനെ വെക്കുന്നതിന് മുമ്പ് തൽക്കാലം 3000 രൂപയെങ്കിലും കൂട്ടിത്തരണം എന്നൊരു അഭ്യർത്ഥന ആശാമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ വീണ ജോർജ് അത് ചെവിക്കൊണ്ടില്ല. ഓണറേറിയം വർധന, അതുപോലെ പെൻഷൻ, ഇവയിലൊന്നും ധാരണയായിട്ടില്ല. പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിക്കുന്ന കമ്മീഷൻ, പക്ഷേ അതിൽ വിശ്വാസമില്ല എന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. ചർച്ച ഫലം കാണാത്തതിനെ തുടർന്ന് നിരാഹാരമിരിക്കുന്ന ആശാ വർക്കർമാരാണിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് ഉപരോധിക്കുന്നത്. അഖിൽ പാലോട്ടുമടമാണ് തത്സമയം വിവരങ്ങൾ നൽകിയത്.